മക്കളില്ലാത്തതിൻ്റെ പേരിലുള്ള കലഹമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഭാര്യയെ കൊന്ന വിഷ്ണു പോലീസിന് നൽകിയ മൊഴി ഇങ്ങനെയാണ്. എന്നാൽ ഈ മൊഴി പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വസിച്ചിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന ഭാര്യ അൽമയും വിഷ്ണുവും തമ്മിൽ വഴക്ക് പതിവുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഭാര്യയെ ഇയാൾക്ക് സംശയമുണ്ടായിരുന്നുവെന്ന സൂചനയും പോലീസിന് ലഭിച്ചു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് പ്ലാത്താങ്കര RC ചർച്ചിന് സമീപം താമസിക്കുന്ന വിഷ്ണു എന്ന 36-കാരൻ ഭാര്യ അൽമയെ കൊലപ്പെടുത്തിയത്. ഇവരുടേത് പ്രണയവിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 9 വർഷം പിന്നിട്ടിട്ടും മക്കളില്ലാത്തതിനെ ചൊല്ലിയുള്ള വഴക്കാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ മൊഴി. അടുത്ത കാലത്തായി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പതിവായിരുന്നുവെന്നും പാറശാല പോലീസ് പറയുന്നു. വിഷ്ണുവിന്റെ മൊഴി പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. അയൽക്കാരുമായി അകലം പാലിച്ചിരുന്നെങ്കിലും അൽമ ഫേസ്ബുക്കിൽ വലിയ സുഹൃത്തുവലയത്തിനുടമയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ അൽമയ്ക്ക് അതിനുള്ള പിന്തുണ നൽകിയിരുന്നത് വിഷ്ണുവാണെന്നാണ് ബന്ധുക്കളുടെ മൊഴി. പിന്നെ എന്തിനാണ് കൊലപ്പെടുത്തിയതെന്ന് അടുത്ത ബന്ധുക്കൾക്ക് പോലും അറിവില്ല. നിരവധി പൂച്ചകളെയും നായ്ക്കളെയും ഇവർ വളർത്തുന്നുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പൂച്ചകൾക്കൊപ്പമുള്ളതും ഭർത്താവിന് നിന്നുള്ളതുമായ ചിത്രങ്ങൾ അൽമ പങ്കുവച്ചിട്ടുണ്ട്. കൊലപാതകം നടക്കുമ്പോൾ വീടിന് സമീപത്തെ പള്ളിയിൽ ആരാധന നടക്കുന്നതിനാൽ ഒച്ചപ്പാടുകൾ പുറംലോകം അറിഞ്ഞിരുന്നില്ല. ഭാര്യയിൽ സംശയമുണ്ടായിരുന്ന വിഷ്ണു അൽമയുമായി വഴക്കിടുന്നത് പതിവായിരുന്നു. 2 ആഴ്ച മുമ്പ് വിഷ്ണു വാങ്ങി സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ചാണ് കൊലപാതകം. അൽമയുടെ വലതുചെവിയുടെ പിന്നിലും കഴുത്തിലുമാണ് വെട്ടേറ്റത്. തുടർന്ന് മരണമുറപ്പിക്കാൻ കിടപ്പുമുറിയിലെ തലയണ കൊണ്ട് മുഖത്തമർത്തി. സമീപത്തെ സഹോദരന്റെ വീട്ടിലെത്തി വിഷ്ണു വിവരം പറഞ്ഞതോടെയാണ് അരുംകൊലയുടെ വിവരം പുറംലോകം അറിയുന്നത്. PSC കോച്ചിംഗ് സെന്ററിലെ അധ്യാപകനായിരുന്നു വിഷ്ണു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയ മൃതദേഹം സംസ്കരിച്ചു. നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കിയ വിഷ്ണുവിനെ റിമാൻഡ് ചെയ്തു. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കൊലയ്ക്ക് മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര. ദാമ്പത്യത്തിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.